I am Hi everyone. I am Sajila Shemir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠനപ്രയാസവും പഠന വൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തി വരുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനേഴ്സ്മാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ വെബിനാർസ് നടത്തിവരുന്നു. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്ന ടോപ്പിക്കാണ്. ഇത് ലീഡ് ചെയ്യുന്നത് ഗോപിക അശോക് മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഗോപിക മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഏകദേശം എല്ലാവരും ഒരു ഉച്ചമയക്കത്തിന്റെ നേരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാൻ വേണ്ടി നിങ്ങളേവരും നിങ്ങളുടെ സമയം കണ്ടെത്തി വന്നതിന് എല്ലാവരോടും നന്ദി പറയാണ്. ഒപ്പം തന്നെ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഇവിടുത്തെ സെക്ഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഏർലി ഇന്റർവെൻഷൻ എന്നൊക്കെ പറയുന്നേക്കാളും മുമ്പ് എന്താണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണവും, അല്ലെങ്കിൽ ഇന്ന് ഈ പാരന്റ്സ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ടോപ്പിക് പറയണം എന്നൊരു കാരണം ഉണ്ടാവില്ല, ഒരു മോട്ടീവ്. അത് ആദ്യം തന്നെ പറയാമെന്ന് കരുതാണ്. ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ, കൊറോണയ്ക്ക് ശേഷം കുട്ടികളുടെ ഇടയിൽ വളരെയധികം മൊബൈലിന്റെ യൂസുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും സ്കൂളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസും PDF ആണെങ്കിലൊക്കെ ഫോണിലൂടെയാണ് വരുന്നത്. അതല്ലാതെ തന്നെ കുട്ടികള് ഗെയിം അഡിക്റ്റ് ആയിട്ടും പല കാര്യങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ അവരുടെ ഒരു പഠന നിലവാരം കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു പിന്നെയും നല്ല രീതിയിൽ ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ ഒരു കഴിവ് കൂടുതലായിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം എല്ലാം മെഷീൻ യൂസുകൾ കൂടുതൽ കൊണ്ടും ഡിജിറ്റൽ മീഡിയാസിന്റെ കടന്നുവരവ് മൂലം കുട്ടികൾ തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള കാര്യങ്ങളോ എന്തിനു പോലും പഠിച്ച കാര്യങ്ങൾ പോലും ഓർമ്മയിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ സ്കൂളുകളിലാണെങ്കിലും വീട്ടുകളിലാണെങ്കിലും കുട്ടിക്ക് മടിയായതുകൊണ്ടാണ് പഠിക്കാത്തത് അല്ലെങ്കിൽ പഠനത്തിൽ മുന്നേറാത്തത് എന്ന് പറഞ്ഞ് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ രീതിയിലൊക്കെ ടോർച്ചറിങ് കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ ഉള്ളില് ചിലരുടെ കേസില് ഈ പറയുന്നത് പോലെ മടിയായിരിക്കാം, അല്ലെങ്കിൽ കളി കൂടിയിട്ടായിരിക്കാം. അതല്ലാത്ത ഒരു തരം കാറ്റഗറി ഉണ്ട്. അവരെ നമ്മൾ മനസ്സിലാക്കാതെ പലപ്പോഴും പോകുന്നുണ്ട്. അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു പോരാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള് അവർ തന്നെ ഇൻഹിബിറ്റ് ചെയ്ത് ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ വളരെയധികം ഐസൊലേറ്റഡ് ആയി പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതിന്റെ റൂട്ടൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ കുട്ടിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇതിന്റെ സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ടാവാം. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാലഘട്ടത്തിൽ മുതൽ നമ്മൾ അവരെ മേക്കപ്പ് ചെയ്ത് എടുത്തു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലോ പരിഹാസരായിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും കൊള്ളൂല്ല എന്ന് സ്വയം ഇൻഹിബിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥ വരില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരമാണെങ്കിൽ പഠന റിപ്പോർട്ടുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിലും ഒരുപാട് കുട്ടികളുടെ കേസുകളിൽ ഡിസബിലിറ്റിയുടെ അല്ലെ വൈകല്യങ്ങളുടെ റേറ്റ് കൂടുതലായിട്ടാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏത് സെമിനാർ എടുക്കുകയാണെങ്കിലും വെബിനാർ എടുക്കുകയാണെങ്കിലും ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആണെങ്കിലും സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം സൈക്കോ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും പാരന്റ്സിനാണെങ്കിലും കൊടുത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ വിംബിൾ അക്കാഡമിയുടെ നേതൃത്വത്തിൽ റെമഡിയൽ ട്രെയിനേഴ്സിന്റെ ഭാഗമായിട്ട് ഈ പാരന്റ്സിനുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ മുൻപും ഇതിലുള്ള വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. പല പല ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിവ് നേടിയിട്ടുണ്ടായിരിക്കാം. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്നൊരു ടോപ്പിക് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാ പേരൻസും ഭയങ്കര എന്താ പറയാ കെയർ ആണ്. കാരണം ഇപ്പോ ഇൻസ്റ്റയിലൊക്കെ നോക്കാന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പ്രഗ്നൻസി സ്റ്റേജ് ആസ്വദിക്കുകയാണ്. കാരണം അവരുടെ പല പല വീഡിയോസ് ആണെങ്കിലും ഓരോരോ സെറിമണീസ് ആണെങ്കിലും വളരെ വിപുലമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സാധാരണക്കാരും ഒരു കുട്ടീനെ സ്വപ്നം കാണുക, ആ കുട്ടി ഉണ്ടാവുക, ആ കുട്ടിയുടെ ആ ഒരു പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റേജ് മുതൽ പുറത്തേക്ക് വരുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ആയിട്ടാണ് ശ്രദ്ധിക്കാറ്. അമ്മയുടെ കാര്യത്തിലായാലും കുഞ്ഞിന്റെ കാര്യത്തിലായാലും പരിചരണം വളരെയധികം കൂടുതലായിരിക്കും. പാരന്റ്സ് ആണെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഈവൻ ഒരു ചെറിയ വയറുവേദന പോലും വന്നാൽ പോലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു കെയർ ഉണ്ടാവാറുണ്ട്. കുട്ടി ജനിച്ചൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ആ പരിഗണന കൊടുക്കാറുണ്ട്. ഒന്ന് സ്വയം നമ്മൾ തന്നെ ഒരു വിശകലനം ചെയ്ത് നോക്കാവുന്നതാണ്. അവൻ ഏകദേശം അല്ലെങ്കിൽ അവൾ ഏകദേശം ഒക്കെ വലുതായി കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം അവനധികം ഒന്നും കെയർ ചെയ്യണ്ട, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നമ്മൾ നോക്കാം. വളരെ കുറവായിരിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് പാരന്റ്സിന് സമയം ഉണ്ടാവില്ല. രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള കുറെ പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. അതിനിടയില് കുട്ടിക്ക് ചിലപ്പോ ഫോണോ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസോ, പണ്ട് വീഡിയോ ഗെയിംസ് ആയിരുന്നു, പിന്നെ അത് പറയാ ടിവിയിലെ പ്രോഗ്രാമുകളോ ആനിമേഷൻ പ്രോഗ്രാമുകളോ കാർട്ടൂണുകളായിരിക്കും. പണ്ടത്തെ പോലെ അച്ചാച്ചൻ അമ്മാമ്മയായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള പുറത്തു പോയിട്ടുള്ള കളികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരെല്ലാവരും ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ അവസ്ഥയില് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളില് ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ പോലും നമ്മുടെ ശ്രദ്ധ അവിടെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവന്റെ ഭാവിയില് അല്ലെങ്കിൽ അവളുടെ ഭാവിയില് പഠന കാര്യത്തില് അല്ലെങ്കിൽ ബാക്കി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. സാധാരണയുള്ള കുട്ടിനെ പോലെ ഇല്ലല്ലോ എന്റെ കുട്ടി എന്ന് അപ്പോഴായിരിക്കും പാരന്റ്സ് ചിന്തിച്ച് തുടങ്ങുന്നുണ്ടാവുക. ഇവർക്കൊക്കെ ഒരുപാട് വൈകി പോയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാ, അല്ലെങ്കിൽ എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നല്ലാതെ ഒരു റിവേഴ്സലിന് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ നമ്മള് അല്ലെങ്കിൽ ആ തിരിച്ചറിയുന്ന ആ കാലഘട്ടത്തെ അത് എന്തുകൊണ്ട് നേരത്തെ ആക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത നമുക്ക് അപ്പം ഉണ്ടാവും. അയ്യോ ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ കുട്ടിക്ക് ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നല്ലോ എന്ന് ഒരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ പറയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വെള്ളിയാൻ തലയിലൂടെ ഒതിച്ചു പോകുക. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെയുള്ള വെബിനാറുകളില് ബോധവൽക്കരണം രൂപേണ നമ്മള് പാരന്റ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഈ പാരന്റ്സിന്റെ ഒരു തോട്ട് ഉണ്ടാവും, എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. എപ്പോഴും നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല കുട്ടികളാവാനാണ് എല്ലാ പാരന്റ്സും ചിന്തിക്കുക. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും മറച്ചു വെക്കാനായിരിക്കും പാരന്റ്സ് കൂടുതലും ശ്രദ്ധ ചെലുത്തുക. അതൊക്കെ മാറ്റിയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം കുട്ടികൾക്ക് വളരെയധികം അവരുടെ ഫ്യൂച്ചർ സുഗമമായി തന്നെ കടന്നു പോകാനും അവർക്ക് ആ കോൺഫിഡൻസോട് കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഈ ഒരു ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത്ര വലിയ പ്രോസസ് അല്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആ ട്രെയിനിങ് കൊടുത്ത വഴി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യാറ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ +2 കഴിയുമ്പോഴായിരിക്കും എൻട്രൻസ് കോച്ചിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കാം. പക്ഷേ എൻട്രൻസിനൊക്കെ ഡിമാൻഡ് കൂടിയപ്പോ കോമ്പറ്റീഷൻ കൂടിയപ്പോ പതുക്കെ പതുക്കെ കോച്ചിങ് സെന്റേഴ്സുകള് 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോ ഒരു കുട്ടി 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ തന്നെ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് അവന്റെ ഇയർ കളയാതെ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്.
പണ്ടാണെന്നുണ്ടെങ്കിൽ 10 പേരിൽ ഒരാളാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഭൂരിഭാഗം പാരന്റ്സും പ്ലസ് ടുവിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു കോച്ചിങ് കൊടുക്കാനും അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ കോച്ചിങ് അപ്ലൈ ചെയ്യാനും നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഏർലി ഇന്റർവെൻഷന്റെ കേസിൽ. ഇപ്പൊ ഒരു കുട്ടിക്ക് സ്പീച്ച് ഡിലേയോ അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വളരെ ചെറുപ്പത്തില് അവന്റെ അല്ലെങ്കിൽ അവളുടെ ആ വളർച്ചാ കാലഘട്ടത്തിൽ തന്നെ ഒരു 3 വയസ്സൊക്കെ സ്കൂളിലേക്കൊക്കെ അല്ലെങ്കിൽ അംഗനവാടിയിലേക്കൊക്കെ പോണേക്കാൾ മുമ്പ് തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ തന്നെ ആ കുട്ടി പ്രാപ്തനാണ് ഏർലി ഇന്റർവെൻഷന് വേണ്ടി. എത്ര പാരന്റ്സ് അപ്പൊ തന്നെ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ കൂടെ കുട്ടീനെ സ്ക്രീനിങ് ടെസ്റ്റിലൂടെയും അല്ലെങ്കിൽ അവന്റെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സ്ക്രീനിങ് ടെസ്റ്റ് തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി ചെയ്തിട്ട് അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ട രീതിയിൽ പഠനങ്ങൾ ചെയ്യാറില്ല. ഭൂരിഭാഗം പാരന്റ്സും ചെയ്യില്ല. കാരണം പറയുക, ഞാൻ 5ാം ക്ലാസ് വരെയൊക്കെ ഇങ്ങനെയായിരുന്നു, പഠിക്കൊന്നും ഉണ്ടായിരുന്നില്ല, എഴുതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അത് ശരിയായി. മിക്ക പാരന്റ്സും പറയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വലുതാവുമ്പോ അമ്മ ശരിയായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷെ അവിടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പീരീഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ അവളുടെ ബ്രെയിനിൽ ഏറ്റവും ചെറുപ്പത്തിൽ പ്രോസസ് ആവേണ്ട കാര്യങ്ങള് ഒരു 10 വയസ്സിന് ശേഷമോ 12 വയസ്സിന് ശേഷമോ ആവുമ്പോ നടക്കും തോന്നുന്നുണ്ട്. അവൻ അപ്പോഴേക്കും അല്ലെങ്കിൽ അവൾ അപ്പോഴേക്കും മുതിർന്നിട്ടുണ്ടാവും, കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. പിന്നെ എന്തിനാണ് ഈ ഓവർലോഡ് എന്നായിരിക്കും കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക. കാരണം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഠപദ്ധതികളായിരിക്കില്ല 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ടാവുക. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, 5ാം ക്ലാസ് കഴിയട്ടെ, 6ാം ക്ലാസ്സിലാകുമ്പോഴേക്കും ഓൻ പഠിക്കുമായിരിക്കുന്നു. 1ാം ക്ലാസ്സിലെ പാഠങ്ങൾ പോലും അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കുട്ടിക്ക് പ്രോസസ് ആവാത്തത് ഇത്രയും വലിയ ഡെഫിനിഷൻസും ഇത്രയും വലിയ മാത്സ് പ്രോബ്ലംസും ഒക്കെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും? അവനെ സംബന്ധിച്ച് അവളെ സംബന്ധിച്ച് അത് വലിയൊരു എന്താ പറയാ ബേർഡൻ ആയിരിക്കും. എന്തോ വലുത് ചാടി കടക്കാനുള്ള പോലെ. ആ സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും? മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. വളരെ ടെൻഷനും സ്ട്രെസ്സും, പഠിക്കാൻ താല്പര്യം ഇല്ലാതാവുക, കളിക്കാൻ എന്താ അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ കളിക്കലാണ് അവന് ആശ്വാസം കണ്ടെത്തുന്നത്, അതിലേക്ക് കൂടുതൽ കുട്ടി എൻഗേജഡ് ആവും. പിന്നെ പതുക്കെ പതുക്കെ കള്ളങ്ങൾ പറയാൻ തുടങ്ങും. പഠിക്കാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ, അവന് പറ്റാത്തതുകൊണ്ടാണ്, പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ക്യാരക്ടറിൽ ആ ഡിഫക്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ ക്യാരക്ടറിൽ ഡിഫക്റ്റ് വന്നു തുടങ്ങുമ്പോൾ പാരന്റ്സ് പതിയെ പതിയെ നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല കരുതിയിട്ടാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കും ഇതേപോലെ റെമഡിയൽ ട്യൂട്ടേഴ്സിന്റെ അടുത്തേക്കും ഒക്കെ സീക്ക് ചെയ്യാനുള്ളത്. പരമാവധി പാരന്റ്സ് ഒന്നും തന്നെ പറയില്ല. സ്കൂളിലെ ടീച്ചേഴ്സ് പ്രത്യേകം പറയുമ്പോഴായിരിക്കും ശരിയാക്കണം അല്ലെങ്കിൽ ഇതാക്കണം. അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ഏതെങ്കിലും ഒരു പാരന്റിന് ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കിട്ടിയുള്ള പാരന്റ്സ് വഴി അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയായിരിക്കും കൂടുതൽ നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴായിരിക്കും നമ്മൾ അലേർട്ട് ആവുക. തൊട്ടടുത്തോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ കുട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ, നമുക്കല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലല്ലല്ലോ, അത് അകലെയല്ലേ എന്നൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ കാലഘട്ടം മാറും തോറും നമ്മുടെ നിയർ ബൈ നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നു തുടങ്ങി. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഈ ടോപ്പിക് എടുക്കുന്നേക്കാൾ മുമ്പ് എനിക്ക് 3 ഇതേപോലെ ഒരു പാരന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്റെ സ്വന്തം വല്യച്ഛന്റെ മോളാണ്. ചേച്ചി ഈ പറഞ്ഞ പോലെ ഇത്തിരി ലേറ്റ് മാരേജ് ആയിരുന്നു, പ്രഗ്നൻസി ഇത്തിരി ലേറ്റ് ആയിരുന്നു. പക്ഷെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പ്രഗ്നൻസി ഒക്കെ നടന്നായിരുന്നു. ആൾക്ക് ഈ ഡെഫിഷ്യൻസി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കാൽസ്യം, അതേപോലെ ബ്ലഡിലൊക്കെ ഡെഫിഷ്യൻസി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നേ വല്യമ്മ ഉണ്ടായിരുന്നപ്പോ പറയാറുണ്ട്, നീ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, എന്നാലും നിന്റെ കുട്ടിക്ക് അത് നല്ല രീതിയിൽ ആവുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ചേച്ചി അതൊന്നും വില വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് കുട്ടി ഉണ്ടായി, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്ത കുട്ടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ 2 കുട്ടികൾക്കും ഇപ്പൊ സ്പീച്ച് ഇല്ല, തീരെ സ്പീച്ച് ഇല്ല. അതിൽ താഴെയുള്ള കുട്ടിക്ക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആയിട്ടുണ്ട്. ചേച്ചി ഈ 2 പിള്ളേരെയും സോഷ്യലി ഐസൊലേറ്റഡ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരൂല്ല, ആരെയും കാണിക്കാൻ സമ്മതിക്കില്ല. ഒരുപാട് സ്ഥലത്തേക്ക് ആൾ അലഞ്ഞു. പക്ഷെ തന്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്.
ലാസ്റ്റ് നിക്കക്കല്ലില്ലാണ്ട് വരുമല്ലോ. എല്ലായിടത്തേക്കും പോയി അവിടെ ശരിയില്ല ഇവിടെ ശരിയില്ല, ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെ കവറപ്പ് ചെയ്യാനാണ് മാക്സിമം ആള് ശ്രദ്ധിക്കുന്നത്. അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞ് കുട്ടിക്ക് വേണ്ട ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലിങ്ങനെ വന്നപ്പോ ആളിങ്ങനെ, ഞാൻ കുട്ടികളുടെ കാര്യം എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ കുട്ടികളുടെ കാര്യം ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ ആള് പോവാത്ത സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വലിയ വലിയ കാര്യങ്ങളിൽ പോയിട്ട് അസസ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മദർ ആളുടെ പൊസസീവ്നെസ് കൊണ്ട് ബാക്കിയുള്ളവരുടെ മുന്നില് നാണം കെട്ട് നിൽക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുമോന്ന് പേടിച്ചിട്ട് കുട്ടികളെ എന്താ പറയാ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്കപ്പ് ആക്കി വെച്ചേക്കാണ്. ലാസ്റ്റ് എനിക്ക് ഒന്നേ പറയേണ്ടി വന്നുള്ളൂ, ആ കുട്ടി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ ജനിച്ച കുട്ടിക്ക് ഒരു അവകാശങ്ങളുണ്ട്. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള അവകാശങ്ങള് നേടിക്കൊടുക്കാൻ പാരന്റ്സിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, അത് ശരിയല്ല. അവരുടെ റൈറ്റ് ഡിനൈ ചെയ്യാനുള്ള അവകാശം പാരന്റ്സിന് ഇല്ല എന്ന് തന്നെ പറഞ്ഞപ്പോഴാണ് ആള് കുറച്ചെങ്കിലും മാറ്റം വരുത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളും കാര്യങ്ങളും തപ്പി ഇപ്പൊ പതുക്കെ പതുക്കെ പോയി തുടങ്ങിയത്. രണ്ടാമത്തെ കേസില് ഉണ്ടായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ പെൺകൊച്ചിന് ഓൾറെഡി ഒരു LD ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ കുട്ടിക്കും ഇത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് അവളുടെ സിസ്റ്റർ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് ഇപ്പൊ 1-2 വയസ്സാവണുള്ളൂ. 2 വയസ്സാകുമ്പോഴേക്കും അവള് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടെയുള്ള പാരന്റ്സിനാണെങ്കിലും കാര്യങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഈ കുട്ടി ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ലായിരുന്നു. ഇതേപോലെ അംഗനവാടിയിൽ എന്തോ ഹെൽത്ത് സെന്ററിൽ അങ്ങോട്ട് കുട്ടീനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പീഡിയാട്രിഷ്യൻ പറഞ്ഞു കുട്ടി മീനിങ് ആയിട്ടുള്ള വാക്കുകൾ പറയുന്നില്ല, അല്ലെങ്കിൽ ബാബ്ലിങ്ങോ കാര്യങ്ങളോ ഇല്ല, കുട്ടി പ്രോപ്പർ ആയിട്ട് വേർഡ്സ് സംസാരിക്കുന്നില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞു. അപ്പൊ ഇത് മുൻപേ അവൾക്ക് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കേണ്ടി വരും, ഒന്ന് ഡെവലപ്മെന്റും കാര്യങ്ങളും മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടി അതൊന്നും കാര്യമാക്കില്ലേ. എന്റെ കുട്ടിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു ദിവസം കരഞ്ഞോണ്ട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ടായി, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞു വേറെ ഒന്നുമില്ല, ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ കൊണ്ടുപോവുക, കുട്ടിക്ക് ഏർലി ഇന്റർവെൻഷൻസ് കൊടുക്കുക, ഇപ്പൊ സ്പീച്ചിന് ഡിലേ എന്നുണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സ്പീച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ എത്രയോ പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണേക്കാൾ നല്ലതല്ലേ ഇപ്പൊ തന്നെ കണ്ടെത്തിയിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ആശ്വാസമായത്. അവിടെയും കുട്ടിക്ക് പ്രോബ്ലം ആണ്. മദർ ഇൻ ലോ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, ഫാദർ ഇൻ ലോ അറിഞ്ഞ പ്രശ്നമാവും, റിലേറ്റീവ്സ് അറിഞ്ഞ പ്രശ്നമാവും. എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ വേദനിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. അവിടെ പാരന്റ്സിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. കുട്ടിക്ക് അത്ര പ്രായമില്ലാത്തത് കൊണ്ട് അവൾക്ക് ആ മെച്യൂരിറ്റി ലെവൽ എത്തിയിട്ടുമില്ല, നമുക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ ആളും ഈ ലേണിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഇത്തിരി സ്ലോ ആണ് കാര്യങ്ങളൊക്കെ പ്രോസസ് ആവാൻ. പക്ഷെ അവള് ഇനീഷ്യേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ ശരിയാണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡിലേക്ക് പോവണ്ട കരുതിയിട്ട് അവളും ആ ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കാം, വീട്ടിൽ എങ്ങനെയും പറഞ്ഞ് സെറ്റാക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് കുട്ടി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇഷ്ടം പോലെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അൺഅവെയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പീരീഡിൽ, അതിപ്പോ കുട്ടിക്ക് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും, നമുക്ക് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കൈക്കോ കാലിനോ അംഗവൈകല്യം ഉള്ള ആൾക്കാര്, അവരെ നമ്മൾ പ്രത്യേക ഒരു പരിഗണനയൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒരു ഇത്തിരി കൂടി ഒരു മതിപ്പുണ്ട്. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഓട്ടിസം, ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിക്കാർക്ക് ഇന്റലക്ച്വലി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു സാധാരണ ഒരാൾക്കാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയാ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മള് ബോധപൂർവോ അബോധപൂർവോ ഇത്തിരി ഒന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കാറ്റഗറിയോ മാറ്റി നിർത്താനോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കേണ്ടതല്ല, അവരെ റൂമിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലോ ഇരുത്തേണ്ടവരാന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു മാർക്ക് നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കും ഇല്ല അവകാശങ്ങൾ, അവർക്കും ഇല്ല ആഗ്രഹങ്ങൾ. അവർക്ക് നമ്മള് എന്താ പറയാ, നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും നമ്മുടെ മനസ്സൊക്കെ മനസ്സിലാക്കാന്
അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള വേറൊരു തരത്തിലുള്ള ഒരു സ്കില്ലും കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഏർലി ഇന്റർവെൻഷൻ പ്രോസസ്സിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പ്, പ്രഗ്നൻസി പീരീഡിലായിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ടൈമിലായിരിക്കാം കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഭൂരിഭാഗം നമ്മൾ കേട്ടിട്ടുള്ളത് ജനറ്റിക്കൽ ഡിസോർഡർ കാരണമാണ്, ഹെറിഡിറ്ററിയിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. അങ്ങനെ മാത്രമല്ല, അൺനോൺ കോസസ് പോലും ഈ കാര്യങ്ങളുണ്ട്. എല്ലാം ഫാദറിന്റെ ആണെങ്കിൽ മദറിന്റെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ട് പോലും അവര് യാതൊരു തമ്മില് ഒരു എന്താ പറയാ റിലേഷനും ഇല്ലാത്തൊരു മാരേജ് ആണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ കേസിൽ, അതിന് പ്രഗ്നൻസി പീരീഡിൽ ഒന്നും പ്രോബ്ലം ഇല്ലാത്ത കേസിൽ പോലും ഇങ്ങനെയുള്ള ഡിസബിലിറ്റിയുടെ ചാൻസസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അല്ലാതെ തന്നെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റിൽ നീക്കുകയോ ഇടിക്കുകയോ വീഴുകയോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മെഡിസിനോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റ് കൊണ്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. അത് പ്രഗ്നൻസിക്ക് മുമ്പുള്ള കേസിലാണെന്നുണ്ടെങ്കിലും പ്രഗ്നൻസിയുടെ ടൈമിൽ, ഇപ്പൊ ബർത്തിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് തിരിച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് അറിയാതിരിക്കുക, ഓക്സിജൻ ലെവലിലൊക്കെ കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകള്. അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം 100 ഡേയ്സ് ഓഫ് ചൈൽഡ് എന്ന് പറയും. ആദ്യത്തെ കുട്ടിയുടെ 2 വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള പറയാറ്. നമ്മള് അത്രയും കെയർഫുൾ ആയിട്ട് ആ സമയത്തൊന്നും വീഴരുത്, പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ ഒക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കുട്ടിയിൽ കാണുകയാണ്, അല്ലെങ്കിൽ ആ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്നില്ലെന്നോ ഐ കോണ്ടാക്ട് ഇല്ലാത്തതാണെന്നോ സാധാരണ കുട്ടികളിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ നമ്മളത് ശരിയാവും എന്ന് വിചാരിക്കാതെ അതിനെ പ്രോപ്പർ ആയിട്ട് അതിനെ പഠിക്കാനും, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് വന്നത്, അതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം. ഒരു ഭാഗം ആൾക്കാര് എന്തുകൊണ്ടാ വന്നത്, എങ്ങനെയാ വന്നതെന്നൊക്കെ കണ്ടെത്തുമായിരിക്കും. ഇനി എന്ത് ചെയ്യാം, അതിന് എന്തൊക്കെ മേഖലകളുണ്ട്, മാർഗങ്ങളുണ്ട്, അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എവിടേക്കാ സമീപിക്കേണ്ടത് എന്നുള്ളത് ഭൂരിഭാഗം ആൾക്കാരും നെഗ്ലക്ട് ചെയ്യും. ഒന്ന്, ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പാരന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസുകൾ ഉണ്ട്. പിന്നെ എന്നുള്ളത് ചിലർക്ക് ഫിനാൻഷ്യലി മീറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ദെൻ സമയക്കുറവ് കൊണ്ടായിരിക്കാം. പിന്നൊക്കെ കുറെ ആൾക്കാർ പറയും അതൊക്കെ അന്ധവിശ്വാസത്തിന്റെ തലയിലിടും ചില കാര്യങ്ങള്. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ അവരെന്തോ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ആയതുകൊണ്ടാണ്, കുടുംബപരമായിട്ടുള്ള ശാപം കൊണ്ടാണ്, ഇങ്ങനെയാണെന്ന്. അതൊന്നും ഒന്നല്ല. അതിനൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ആ കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്യുക. അവന് നാളൊരു ഭാവിയുണ്ട്. അവന്റെ അല്ലെങ്കിൽ അവളുടെ ഒരു ഫ്യൂച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കോംപ്ലിക്കേഷനിലേക്ക്, ഇപ്പൊ ഒരു സ്പീച്ച് ഡിലേ ഉള്ള ഒരു കുട്ടിയാണ്, അവൻ പ്രോപ്പർ ആയിട്ട് സ്പീച്ച് ഒന്നും ഇല്ല, സംസാരിക്കുന്നില്ല, ബാബ്ലിംഗ് സൗണ്ട് പോലും ഇല്ല എന്നാണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ ചെറുപ്പത്തിൽ തന്നെ 3 വയസ്സിൽ അറ്റൈൻ ചെയ്യേണ്ട സ്പീച്ച് ഒന്നും കുട്ടിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പീഡിയാട്രിഷ്യനൊക്കെ കാണിക്കും, ഇങ്ങനെ കാര്യങ്ങൾ പറയും. പീഡിയാട്രിഷ്യൻ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യും. അപ്പൊ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആ സ്പീച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടിയിലെ ഡെവലപ്മെന്റ് എങ്ങനെ രീതിയിൽ വരുത്താം എന്നുള്ളത് നോക്കും. ഇപ്പൊ നമ്മളത് അറിഞ്ഞിട്ട് പോലും വേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് കരുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടി എങ്ങനെയായിരുന്നു അതിനേക്കാളും വേഴ്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഒപ്പം തന്നെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിസോർഡറും കൂടിയും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ കൂടുതൽ കോംപ്ലിക്കേഷൻ ആണ്. കുട്ടി വലുതാവുകയും ചെയ്തു, കുട്ടീനെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കേണ്ട ഒരു കാലഘട്ടമായി, സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, ഈ സ്കൂളിലേക്ക് പോകും വേണം, അതുപോലെ തന്നെ ഈ തെറാപ്പി സെക്ഷനിലേക്ക് പോകും വേണം. കുട്ടിക്ക് ബേർഡൻ ആണോ? പിന്നെ കുട്ടിക്ക് തിരിച്ചറിവ് വരുന്നുണ്ടോ? പറയാൻ അറിയുന്നില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് തറയ്ക്കുന്നുണ്ടാവും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആണ് ഞാൻ എന്ന് മനസ്സിലാവുമ്പോൾ പതുക്കെ പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞ് അവൻ തന്നെ അവന്റെ തന്നെ ഒരുപാട് തോട്ട് ഫോംസ് ഉണ്ടാക്കി വെച്ച് അവൻ എന്തോ ഒരു കുറവുണ്ടെന്ന് കരുതുക. അങ്ങനെ കരുതുക. പിന്നെ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുട്ടിക്ക് കുറെ ക്യാരക്ടറിലുള്ള ഡിഫക്റ്റുകൾ വരാണ് ഉണ്ടാവുന്നത്. അതൊക്കെ
ഒന്നിന് പിറകെ ഇങ്ങനെ കൗണ്ടർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് പാരന്റ്സിന് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം അപ്പോഴേക്കും രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുകയെ അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി കൂടുന്ന സമയത്ത്, വർക്ക് പ്രഷർ കൂടുന്ന സമയത്ത് ഇത് നെഗ്ലക്റ്റ് ആയി പിന്നീട് അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തുമാത്രം വളരും തോറും ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പുറമേ കാണുമ്പോ കുട്ടി ഓക്കെ ആണ്, അവന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോ അവരുടെ ഉള്ളില് അവരോട് തന്നെ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മളൊരു ഏർലിയസ്റ്റ് ആയിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആയി വരുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണേക്കാൾ മുമ്പ് തന്നെ, അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോണേക്കാൾ മുമ്പ് തന്നെ അവന് ആ ഗൈഡൻസ് അല്ലെങ്കിൽ അവൾക്ക് ആ ഗൈഡൻസ് കിട്ടുമ്പോൾ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. എങ്ങനെയായാലും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവരൊന്ന് എന്തെങ്കിലും വാശി പിടിച്ച് അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങി കൊടുക്കാത്ത പാരന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ ആ പാരന്റ്സിന് എന്തുകൊണ്ട് നേരത്തെ തന്നെ കുട്ടീനെ ഡയഗ്നോസ് ചെയ്ത് അവന്റെ ഓവറോൾ ലൈഫിലേക്ക്, ഇപ്പോ പാരന്റ്സ് എന്നുള്ള നിലയിൽ എന്നും കൂടെ ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോ എന്താ പറയാ, ആരായാലും വിട്ടുപോയി വരും. ആ വിട്ടുപോയി കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനായിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ആ കോൺഫിഡൻസും ആ ഒരു സ്കില്ലും നമ്മൾ നേരത്തെ തന്നെ ആക്കി കൊടുത്താൽ എന്തുമാത്രം നല്ല കാര്യങ്ങളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ അത് വളരെയധികം നന്നാവില്ലേ. അതുപോലെ തന്നെയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യത്തില്. അവരെ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല. കാരണം അവര് കാണുമ്പോൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളാണ്. ഇന്റലക്ച്വലി അവർ നല്ല ഹൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് എന്താ, ഈ റീഡിങ്ങിലോ റൈറ്റിങ്ങിലോ അരിതമെറ്റിക് സ്കില്ലിലോ ഒക്കെയാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അത് ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോ ചിലപ്പോ അത് അവന്റെ മടിയായിരിക്കും. ഇപ്പൊ 2ാം ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 3ാം ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനി ഉണ്ടല്ലോ സമയം. അപ്പോഴേക്കും അവന് കുറെ പഠിക്കാൻ വരുമ്പോ അവൻ തന്നെ അല്ലെങ്കിൽ അവള് തന്നെ ഇരുന്ന് പഠിച്ചോളും. ഇത് സാധാരണ മടിയുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ പഠിക്കാത്തിരി കളിയുള്ള കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കേസില് അവര് നമ്മൾ പറയുന്നതിനെ പ്രോസസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയോ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണോ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ആ രീതിയിലല്ല അവർക്ക് ഇതൊന്നും കൺവീനിയന്റ് ആവുന്നത്. അവർക്ക് അവരുടേതായുള്ള മെത്തേഡിലൂടെ കിട്ടിയാലോ. ഇപ്പൊ ഒരു ടോപ്പിക് തന്നെയാണ്, ഒരു പാർട്സ് ഓഫ് പ്ലാന്റിനെ പറ്റിയിട്ട് നമ്മളൊരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്ലാന്റിന് വേരുകൾ ഉണ്ടാവും, തണ്ട് ഉണ്ടാവും, ഇല ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ സാധാരണ ഒരു കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് അങ്ങനെയല്ല. അവർക്ക് വേറൊരു മെത്തേഡിലൂടെ അത് അവരുടെ നീഡിനനുസരിച്ചുള്ള മെത്തേഡിലൂടെ പ്രോസസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അത് രജിസ്റ്റർ ആവും. അത് നമ്മൾ എപ്പോഴും ആലോചിക്കാറില്ല. ഇപ്പൊ മാത്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കണക്കൊക്കെ ഇട്ട് കൊടുക്കും, ഇറക്കി പിടിച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവന് പറ്റണില്ല. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് പാരന്റ്സ് എന്ന നിലയിൽ കുറച്ചൊക്കെ ക്ഷമ കാണിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്ഷമ പോവും. പിന്നെ അടിയാവും, ഇടിയാവും, വഴക്കാവും, കരച്ചിലാവും, പിഴിച്ചിലാവും, ഒക്കെയാവും. കൊറേ ഇവിടെ ചീത്ത പറയും. ദേഷ്യം വന്നിട്ട് ചിലപ്പോ പാരന്റ്സ് പറയും, നീ എന്ത് പൊട്ടനാണ്, അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ഈ പറഞ്ഞ ലാസ്റ്റ് വേർഡ് ഉണ്ടല്ലോ, അതിങ്ങനെ നെഞ്ചിട്ടറച്ചിട്ടാണ് ഈ പിള്ളേർ ഇരിക്കുക. നമ്മൾ ഈ കൗൺസിലിങ്ങിനാണെങ്കിലും ഈ കുട്ടികളോട് ഇങ്ങനെ തീരെ പഠിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവര് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ കുറെ കാലം മുമ്പ് പാരന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരെടുത്ത് പറയാം. എന്നാലും ടീച്ചറെ അവരങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ പറഞ്ഞു, ആ ആന്റീനെ എനിക്ക് ഇഷ്ടമല്ല, ആ ആന്റി പറയാ എന്നെ പഠിച്ചിട്ട് കൊള്ളൂല്ല, ഞാൻ പൊട്ടത്തിയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എണ്ണിപ്പറക്കി കരയണ പിള്ളേരുണ്ട്. ഇത് പാരന്റ്സിന്റെ അടുത്ത് കുട്ടി ചിലപ്പോ പറഞ്ഞൊന്നും വരില്ല. സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അവരത് ഓപ്പൺ അപ്പ് ആവും. ചിലപ്പോ അവർക്ക് ഇത് ഏർലി ഡയഗ്നോസ് ചെയ്തിട്ട് പോലും നെഗ്ലക്ട് ചെയ്യുമ്പോൾ ഇവർ സ്കൂളിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, തമിഴ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു. അപ്പൊ ആശാട്ടി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലെല്ലാവരും മുന്നിൽ വെച്ച് വായിപ്പിക്കും ടെക്സ്റ്റ് ബുക്ക്. ഇവള് എന്താണ് അതൊന്നും അറിയില്ല, കേട്ടത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്.
ആ വേർഡ് എന്താണെന്നും തിരിച്ചറിയില്ല. പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കറിയില്ല എന്താന്നുള്ളത്. ഇത് ഇന്ന ലൈൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ദാറ്റ് അതറിയാം. അത് ഒന്നും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് അറിയാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. എല്ലാവരും മുന്നിൽ വെച്ച് അവളുടെ സാറ് വായിപ്പിക്കും. ഇവിടെ എന്നും കിട്ടില്ല. കുട്ടിക്ക് അങ്ങടും ഇങ്ങടും വേർഡ് റെഡി ആവില്ല, പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അറിയില്ല. അങ്ങനൊക്കെയുള്ള ലേണിംഗ് ഡിസബിലിറ്റിയുടെ എല്ലാ സിംറ്റംസ് ആണ്. അപ്പോ അവള് എന്നും ഇത് സ്ഥിരം ക്ലാസ്സിൽ ഇങ്ങനെ ആയി കുട്ടിക്ക് ഇപ്പൊ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. കുട്ടി വളർന്നു വരികയാണ്. കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും കുട്ടി ആക്റ്റീവ് ആണ്. നന്നായി ഡാൻസ് കളിക്കും, നന്നായി പാട്ട് പാടും, നന്നായി വരയ്ക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യത്തില്, എഴുതുന്ന കാര്യത്തിലും വായിക്കുന്ന കാര്യത്തിലും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇവളുടെ കളി കൂടിയിട്ടാണെന്നാണ് പാരന്റ് പറയുന്നത്. പിന്നെ പാരന്റിന് ഇത് അറിയാമെന്നുണ്ടെങ്കിലും പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് സമൂഹത്തിൽ അറിയാൻ പാടില്ല എന്നുള്ള ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ അവിടെ അവര് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടീനെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള പീരീഡില് എന്താ പറയാ റെഡി ആക്കാവുന്ന, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മാറ്റം വരുത്താവുന്ന ഒരു കാലഘട്ടത്തെയാണ് മാറ്റം. ലേറ്റ് ആയി പോയെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടീനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പാരന്റിന്റെ സ്റ്റബോൺ ആയിട്ടുള്ള ഒരു തീരുമാനം കൊണ്ട്. പക്ഷെ കുട്ടിക്ക് നമ്മള് എന്താ പറയാ വേണ്ട രീതിയിലുള്ള റെമഡിയേഷനും കാര്യങ്ങളും കൊടുത്തപ്പോ അവള് ആ ടോപ്പിക്ക് തന്നെ ആ സാറ് വായിപ്പിക്കാൻ പറഞ്ഞപ്പോ അത് അവള് സുഖമായിട്ട് വായിച്ചു. വായിച്ചു വന്ന അന്ന് വേഗം ഓടി വന്നിട്ട് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ജീവിതത്തില് കിട്ടിയ കയ്യടികൾ എന്നൊക്കെ പറയാലോ, ആ കുട്ടിയുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷനും അവളുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ അംഗീകരിച്ചു എന്ന് തോന്നിയ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാര്യം ചെയ്തപ്പോ. ഭയങ്കര ഒരു മാറ്റം ആ കുട്ടിക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ പാരന്റ്സിന്റെ ഈ ഒരു സമീപനം മൂലം കുട്ടീനെ സാധാരണ നോർമൽ സ്കൂളിൽ തന്നെ വിടുന്നു. അവൾ അതിന്റെ എല്ലാ വേദനകളും വിഷമങ്ങളും കളിയാക്കലുകളും നേരിട്ടുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നു. അവളുടെ ഒരുപാട് ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി. നല്ലോണം കള്ളൊക്കെ പറയും. പക്ഷെ നമുക്കിത് ഒരു പാരന്റിന്റെ അടുത്ത് ഇങ്ങനെ മാറ്റം വരുന്നുണ്ട് ഫ്യൂച്ചറിൽ, അത് പ്രശ്നമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ശത്രുക്കളായിരിക്കുക. കാരണം തന്റെ കുട്ടീനെ പറ്റി വേറെ ആള് പറയുന്നത് പാരന്റ്സിന് സഹിക്കാൻ പറ്റില്ല. കാരണം അത് വിശ്വസിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്റെ കുട്ടി എപ്പോഴും നല്ലതാണെന്ന് വിചാരിക്കാനാണ്. പക്ഷെ അവരുടെ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത് നമ്മളായിട്ട് കളയരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാ പാരന്റ്സിന്റെ അടുത്തും പറയാനുള്ളത്. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അവരെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് അസസ്മെന്റ് നടത്തൂലോ. ഈ അസസ്മെന്റ് നടത്തുമ്പോ അവരുടെ വീക്ക്നെസ് മാത്രമല്ല കണ്ടുപിടിക്കുന്നത്, അവരുടെ സ്ട്രെങ്ത് പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെപ്പോഴും കുറവുകളെ മാത്രം നോക്കി കാണുമ്പോൾ കുറവുകളല്ലാതെ അവരുടെ നല്ല നല്ല ക്വാളിറ്റികൾ ഉണ്ട് അവർക്ക്. അത് മറ്റു ജനറൽ കുട്ടികൾക്ക് ഉണ്ടാവാത്ത നല്ല നല്ല ക്വാളിറ്റികളും ഭയങ്കര സ്നേഹവും ഭയങ്കര വിശാലതയുള്ള കുട്ടികളാണ് അവരെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരും ഭയങ്കര ഒരു ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. അതേപോലെ തന്നെ എന്തും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് അവരുടെ. അതൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഏർലി ഇന്റർവെൻഷനിലൂടെ സാധിക്കും. അത് ഏറ്റവും ചെറുപ്പത്തിലേ ഇനി ആവുമ്പോ അത് അവരുടെ ഉള്ളിലൊരു പാറ്റേൺ ഉണ്ടാവും. ഇന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ നല്ലതാണ്. ആ ഒരു തോട്ട് അവർക്ക് കിട്ടാനായിട്ട് പറ്റും. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഇത് നേരിടാനുള്ളൊരു കപ്പാസിറ്റി, ഒരു കറേജ് ഉണ്ടാവും. മറ്റേത് ഇതൊന്നും അറിയാണ്ട് സ്കൂളിൽ പോയിട്ട് ബാക്കിയുള്ളവർ ABCD എഴുതുമ്പോൾ ഇവിടെ A എന്നുള്ളത് തിരിച്ചായിരിക്കും എഴുതുന്നുണ്ടാവുക. മിറർ റൈറ്റിംഗ് ആയിരിക്കും. Pയും Qവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതാം. അപ്പൊ ബാക്കിയുള്ള ഏതെങ്കിലും കുട്ടികളെ ഒന്ന് പറയാണ്, അയ്യേ നിനക്കിത് അറിയില്ലേ, അന്ന് കളിയാക്കണ സമയത്തായിരിക്കും കുട്ടിക്ക് വീട്ടിൽ വന്നിട്ട് പറയണ അമ്മ അല്ലെങ്കിൽ അച്ഛ അവരങ്ങനെ അവനങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടായി. അപ്പൊ നമ്മൾ എന്താ പറയാ, സാറിലെ പോട്ടെ നമുക്ക് അടുത്തോട്ടം റെഡിയാക്കാന്നത്. വീണ്ടും വീണ്ടും കുട്ടീനെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളത് നെഗ്ലക്ട് ചെയ്ത് പോവായിരിക്കും ചെയ്യുക. പക്ഷെ ഒരു ഏർലി ഇന്റർവെൻഷനിൽ കൊണ്ടുപോകുമ്പോ കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റും ഒന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കും അതിന്റെ കരിക്കുലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിക്കുമ്പോ അവന് ഏറ്റവും ഈസി ആയിട്ട് തന്നെ അവന് കൺവീനിയന്റ് ആവുന്ന അവന്റെ ഇൻഡിവിജ്വൽ നീഡ് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു സ്ട്രക്ചറും പ്ലാനും ഒക്കെ കൊടുത്ത് അവനെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ ചെല്ലുമ്പോൾ അവന്റേതായുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവൻ പിക്കപ്പ് ചെയ്ത് പോകും. അപ്പൊ ബാക്കിയുള്ളവരുടെ മുന്നിൽ അവൻ താഴ്ന്നു നിൽക്കില്ല. അവൻ ആ കോൺഫിഡൻസ് ഉണ്ടാവും, കറേജ് ഉണ്ടാവും. അവൻ പിന്നെയും പിന്നെയും ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. മറ്റേത് ഒട്ടും
കോൺഫിഡൻസ് ഇല്ലാതെ ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും കുട്ടികളെ കിട്ടാറുള്ളത്. അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അവരിങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ എക്സാം എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തിരി കൂടെ വളർന്ന കുട്ടികളുടെ അടുത്ത് നമുക്ക് ഈ ഇതൊന്ന് ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ഇത് കാണുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ആ പാറ്റേൺ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരെ ഈസിലി ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രല്ല, ഈ എന്ത് ഡിസബിലിറ്റി ആണെങ്കിലും ചെറുതായിട്ട് മൈൽഡ് ഫോമിലോ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഫോമിലോ കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും വലുതാവും തോറും നമ്മൾ അതിനെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയി തന്നെ കൊണ്ടിരിക്കും. അതിന്റെ കണ്ടീഷൻ ഫർദർ കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യും. ഒന്നിന് ഒന്നിലേക്ക് ചെയിൻ റിയാക്ഷൻ പോലെ പോയിട്ട് മൈൽഡ് ടു സിവിയറിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മിക്ക ടീച്ചേഴ്സിനും കിട്ടുക സിവിയർ ആയിട്ടായിരിക്കും കുട്ടികളെ കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവും. പിന്നെ ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ സിംറ്റംസ് ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ കുട്ടി വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുക. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ റേറ്റില് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ഫോണിന്റെ യൂസേജ് 5ഉം 6ഉം മണിക്കൂർ എല്ലാ മൈൽ സ്റ്റോണും ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കാം. പക്ഷെ ആഫ്റ്റർ കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് ഏജിൽ കുട്ടിക്ക് കൂടുതൽ ഫോൺ കൊടുത്തതിന് ശേഷം കുട്ടിയിൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങാണ്, അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയി മാറുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിനെ നിസ്സാരമാക്കി അപ്പൊ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ 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 ഡെവലപ്മെന്റ് ഇഷ്യൂസിലേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷെ തെറാപ്പികളോ അല്ലെങ്കിൽ മൾട്ടി ലെവലായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി ടീംസിന്റെ ഒക്കെ സഹായത്തോടു കൂടെ കുട്ടിക്ക് തെറാപ്പികളൊക്കെ കൊടുത്ത് വളരെ ചെറുപ്പത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കണ്ടിട്ടുണ്ട്. ഒരുപാട് സെന്ററുകളിലും ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മുടെ നിയർ ബൈ ഏരിയയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെയോ ഇപ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരുടെയെങ്കിലും ചോദിച്ചാൽ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഇല്ലാത്തവരുണ്ടാവില്ല. അവരൊക്കെ അറ്റ് മോസ്റ്റ് ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോയി അവർക്ക് വേണ്ട രീതിയിലുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും അസസ്മെന്റും ഒക്കെ നടത്തി പക്ക ചാനലിൽ കൊണ്ടുപോയി വേണ്ട റെമഡിയേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഏർലി ഇന്റർവെൻഷന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കകാലത്തിലൊക്കെ പാരന്റ്സ് ഒക്കെ വിചാരിക്കും അയ്യോ എല്ലാ തെറാപ്പിയും കൂടി എങ്ങനെ സാധ്യമാവും, കുറെ പൈസ ആവില്ലേ, കാര്യങ്ങളാവില്ലേ. പക്ഷെ ഏറ്റവും കുറവ് ഏർലി ഇന്റർവെൻഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് ബിഹേവിയർ പ്രോബ്ലം, സൈക്കോളജിസ്റ്റ് അങ്ങനെ പറഞ്ഞ കുറെ തെറാപ്പിസ്റ്റുകളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ സെക്ഷനും പല പല റേറ്റുകളായിരിക്കാം, പല പല സ്ഥലങ്ങളും ആയിരിക്കാം. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുന്നത് കുറച്ചും കൂടി വലുതാവുമ്പോൾ നമ്മൾ ഈ പറയുന്ന തെറാപ്പികൾക്കൊക്കെ കൊണ്ടുപോകുമ്പോഴാണ്. പിന്നെ കുട്ടിക്കും ഒരു മടുപ്പ് ഉണ്ടാവും, അയ്യോ ഞാനിങ്ങനെ എന്തോ ഒരു കുറവുള്ള ഒരാളാണല്ലോ കാര്യങ്ങളാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇയർലി ഇന്റർവെൻഷൻ എല്ലാവരും ഇപ്പൊ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ മെയിൻ ആയിട്ട് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു തടയിടുക അല്ലെങ്കിൽ അവരെ റിക്കവർ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് മിക്ക ഏർലി ഇന്റർവെൻഷൻ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഏർലി ഇന്റർവെൻഷനെ പ്രൊമോട്ട് ചെയ്യുന്നതും കാണുന്നത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ആഫ്റ്റർ കുറച്ച് പ്രായമായിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ. അത് പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അത് ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് മെയിൻ ആയിട്ട് നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ പണ്ട് മുതൽ ഇങ്ങനെ ഓൾഡ് ആയിട്ട് ഒരു തോട്ട് ഫോംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ബ്രേവ് ആയിട്ട് പാരന്റ് എന്ന നിലയിൽ ബ്രേവ് ആയിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പാരന്റ് ആണെന്നുള്ളത് ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്കും അതേപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. എന്റെ പാരന്റ്സ് എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്റെ വീട്ടിലെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ സപ്പോർട്ട് എനിക്ക് പോരെ എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട്
നേരത്തെ തന്നെ ഏർലി ഡെവലപ്മെന്റ് സെന്ററുകളിൽ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളിൽ കൊണ്ടാക്കുമ്പോൾ അവനെ പോലെയുള്ള അല്ലെങ്കിൽ അവളെ പോലെയുള്ള ഒരുപാട് പേരെ കാണുമ്പോൾ ഇത് എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവരുടെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ എനിക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെത്താൻ അവർക്ക് പ്രോസസ് ആവുന്നുണ്ട്. കാരണം ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഇന്നുള്ള കുട്ടിക്കുള്ള പ്രോബ്ലംസ് ആയിരിക്കില്ല മറ്റു കുട്ടിക്ക്. ഇവരൊക്കെ വേറൊരു തലത്തില് ഭയങ്കര ഇന്റലിജന്റ് ആണ്. വേറെ കാര്യങ്ങളിലൊക്കെ നമ്മളെ കടത്തി വെട്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും കൂടുതലുള്ള കാര്യങ്ങളാണ്. ഇവനൊന്ന് വിഷമിച്ചൊന്ന് ഇരുന്ന് നോക്കി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു MR കുട്ടിയാണ്, മൈൽഡായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്തോ ഒരു കാലത്തിൽ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായി ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ പോവാണ്ട് കൂടി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഈ അമ്മനൊന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാവായിരിക്കും എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചോളൂ. ഇവളെന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ചോദിക്കാം, ടീച്ചർക്ക് അമ്മനെ കാണാൻ പോകണം. ഞാൻ ഞെട്ടി. എനിക്കിതിപ്പോ എങ്ങനെയും മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ച കാര്യം ആ കുട്ടി ഇങ്ങോട്ട് പറയാണ്, എനിക്ക് അമ്മനെ കാണാൻ പോണമെന്നുണ്ട്. പക്ഷെ അവള് ഇങ്ങനെ നമ്മുടെ പോലെ അല്ല വർത്താനം പറയാ, ഇങ്ങനെ വിട്ട് 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 അങ്ങനത്തെ ഒരു രീതിയിലാ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ ആകെ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ എന്നുള്ളത്. നമ്മൾ തൊട്ടപ്പുറത്ത് ഇരുന്നോളൂ, നമ്മൾ എന്ത് പ്രോസസ് എന്ത് തോട്ടാണ് വിചാരിച്ചത് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആലോചിച്ചിരുന്ന കാര്യം കുട്ടി അത് ക്യാച്ച് ചെയ്തിട്ട് പറയുകയുണ്ടായത്. 12-13 വയസ്സുള്ള ഒരു കുട്ടിയാണ് അത് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി സംതിങ് ഇവരെ നമ്മൾ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ല, അവരിൽ വേറെ കുറെ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു കോൺഫിഡൻസ് ആണ് തോന്നിയിട്ടുള്ളത് പലപ്പോഴായിട്ട്. അപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കഴിവുകളെ ആദ്യം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തൊക്കെ കുറവുകളാണെന്നുണ്ടെങ്കിൽ അതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഏർലി ഇന്റർവെൻഷൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഇപ്പൊ പലപ്പോഴും തോന്നും, അയ്യോ എന്റെ കുട്ടി ഇപ്പൊ ഇത്രയും വയസ്സായില്ലോ, കാര്യങ്ങളായെന്ന് ആണല്ലോ എന്നുള്ളത്. പക്ഷെ നമുക്കത് പകർന്നു കൊടുക്കാം. ഇപ്പൊ ഈ ഒരു അറിവ് നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം എല്ലാവരും എന്താ പറയാ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി വരുന്ന തലമുറയില് എന്താ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നിങ്ങള് കുട്ടിക്ക് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളെ കണ്ടെത്തി കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരും എന്ന് നമുക്കിപ്പോ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഏതൊക്കെ സെന്റേഴ്സിലായിരിക്കും ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുക എന്നുള്ളത്, എവിടേക്കാ പോകേണ്ടതെന്നൊക്കെ അറിയാത്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും. ചിലത് ഹോസ്പിറ്റലിലായിരിക്കും ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ പ്രോജക്റ്റുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഈ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അതങ്ങനെ അഭിമുഖീകരിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. എൻക്വയറി ചെയ്യുക, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, കുട്ടീനെ അവിടേക്ക് വിടുക. അത് നമ്മളൊരു ഇന്റലിജന്റ് ഒരു ഇവാലുവേഷൻ പാരന്റ് നടത്തുമല്ലോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കുട്ടിക്ക് എന്താണ് ആ ചേഞ്ച് വരുന്നത്. കുട്ടിക്ക് നല്ല ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിട്ട് കളയില്ലല്ലോ. കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റ് അല്ലേ നോക്കാറുള്ളത്. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ചില പാരന്റ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടീനെ വേറെ സ്ഥലത്ത് പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെന്റേഴ്സിനൊക്കെ വിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോ പാരന്റ്സിന് തന്നെ ഇത് പഠിക്കാവുന്ന ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ആണെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ ആണെങ്കിലും ഈവൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മാനേജ്മെന്റ് കോഴ്സ് പോലെ പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടീനെ ഞാൻ തന്നെ നോക്കാനുള്ള ഒരു മാനേജ്മെന്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ പല സെന്ററുകളും കൊടുക്കുന്നുണ്ട്. ഈവൻ വിംബിൾ അക്കാഡമിയുടെ കീഴിൽ LD മാനേജ്മെന്റ് കോഴ്സ്, ഓട്ടിസം മാനേജ്മെന്റ് കോഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് എന്താ പറയാ നമ്മുടെ തന്നെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ നിയർ ബൈ ഏരിയയിലുള്ള കുട്ടികളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന എന്റെ കുറെ ചേച്ചിമാരുണ്ട്, കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഇടയ്ക്ക് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എടാ ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് സാധാരണ കുട്ടീനെ പോലെ. അപ്പൊ നമ്മള് ഏകദേശം LDയുടെ ഒക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ ഒക്കെ സിംറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ അതിന് പറയാറുണ്ട്. ഇത് ഇന്നതാണ് പ്രശ്നം, കാര്യങ്ങൾ ഇതൊന്ന് പാരന്റിന്റെ അടുത്തൊന്ന് സംസാരിച്ച് വെച്ചൊക്കെ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോ ചേച്ചിയാണെങ്കിലും ആ രീതിയിൽ സംസാരിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ പാരന്റ് പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പൈസ ആവില്ലേ, അല്ലെങ്കിൽ ഒരുപാട് മെനക്കെടേണ്ടി വരില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകേണ്ടി വരില്ലേ,
നാട്ടുകാരറിയില്ലേ വീട്ടുകാരറിയില്ലേ എന്നൊക്കെയാണ് പറയാറ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഭാവിയില് വേദനിക്കണോ അല്ലെങ്കിൽ ഭാവിയില് കൂടുതൽ ബുദ്ധിമുട്ടാക്കണോ എന്ന് ചിന്തിക്കേണ്ടതും പാരന്റാണ്. കാരണം ഈ കുട്ടി പൊതുസമൂഹത്തിലേക്ക് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അന്ന് അവനെ എല്ലാവരും കൂടി വേദനിപ്പിക്കുന്നത് കാണാനാണോ അല്ലെങ്കിൽ അവന്റെ വിഷമം കാണാനാണോ പാരന്റ്സിന് വേണ്ടത്? അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ അവന്റെ കോഗ്നിറ്റീവിലാണെങ്കിലും ഫിസിക്കൽ കാര്യങ്ങളിലാണെങ്കിലും പഠന കാര്യത്തിലാണെങ്കിലും ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കേണ്ടത് ഓരോ പാരന്റുമാണ്. ആ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഉണ്ടല്ലോ, കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പാരന്റ്സിന്റെ ആഗ്രഹം വേറെ ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുകൊണ്ട് വന്നാൽ ജനറൽ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരെല്ലാവരും അംഗീകരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിലെ ഏർലി ഇന്റർവെൻഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പാരന്റ്സ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മാറ്റം വരണം. ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിൽ നിന്ന് ആ മാറ്റം വന്നു തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികളിൽ ആ മാറ്റം ഉണ്ടാവും. പിന്നെ ആ കുട്ടികളുടെ ഒരു കുടുംബത്തിന് എല്ലാവരും ഓക്കെ ആയിരിക്കുമ്പോ ആ കുടുംബം ഏറ്റവും ഹാപ്പിയും പ്രോസ്പെറസ് ആണല്ലേ പറയാറ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും ബാധിക്കുന്നത് കാണാറില്ല. അപ്പൊ ഒരു കുട്ടി ഡിഫറെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, അറ്റ് ഏർലിയസ്റ്റ് പീരീഡിൽ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ പാരന്റ്സും ചിന്തിക്കേണ്ടതും. നമ്മുടേതായിട്ടുള്ള നാട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കള് അവരൊന്നല്ലാതെ നമ്മളെ അഡ്മിറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരെ അംഗീകരിച്ചു നോക്കിയൊക്കെ ഭയങ്കര രസമായിരിക്കും. അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവരുടെ കഴിവുകളൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്താൽ അത് വളരെയധികം മുന്നേറി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഓരോ പാരന്റ് എന്ന നിലയിൽ എല്ലാവരും ഏർലി ഇന്റർവെൻഷൻ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏർലി ഇന്റർവെൻഷൻ എന്താ പറയാ 3 വയസ്സിനുള്ളിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അവരൊരു ഹാപ്പി ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. അവര് മാനസികമായും ശാരീരികമായിട്ടും വളരെയധികം ബെറ്റർ ആവാനൊക്കെ ആയിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് കണ്ടെത്തിയതിനു ശേഷം അവരെ ഏറ്റവും പ്രസന്റിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻകറേജ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ വിടുക. അവര് നല്ല രസമായിരിക്കും. പലതരം ആക്ടിവിറ്റി ലേണിംഗ് ഒക്കെയാണ് അവരത് ചെയ്യുന്നുണ്ടാവുക. ടീച്ചിങ് മെത്തേഡ് തന്നെ സാധാരണ പോലെയല്ല, അവർക്ക് വേണ്ടുന്ന രീതിയിൽ എടുത്തിട്ടുള്ള ഓരോ ടീച്ചിങ് മെറ്റീരിയലും ടീച്ചിങ് എയ്ഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാം. പാരന്റിന്റെ സപ്പോർട്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. കാരണം പാരന്റ് ആണല്ലോ കുട്ടികളെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നന്നായി നോക്കുന്നതൊക്കെ. അപ്പോ നമ്മളൊന്ന് മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഈ സാഹചര്യം, ഈ ഒരു ഡിസബിലിറ്റി ഏരിയയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഡിനേ ചെയ്യരുത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണേക്കാൾ മുമ്പ് ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുവാനും അത് പരിശീലിക്കാനും ഒക്കെ ശ്രമിച്ചു നോക്കുക. നമുക്ക് തന്നെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കും അല്ലെങ്കിൽ ഈ ഏരിയയിൽ തന്നെ നമ്മളും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ പാരന്റ് എന്ന നിലയിലും നമ്മുടെ ഒരു എന്താ പറയുക കടമയാണ്. പാരന്റിന് മാത്രമല്ല, കാരണം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള കുട്ടികളാണ് ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവരുടെ ഉന്നമനത്തിന് ഭാവിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുദ്ധിവികാസങ്ങളുള്ള അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ പോലും വളരെയധികം ഉയർന്ന തലത്തിലേക്ക് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഓരോ പൗരൻ എന്ന നിലയിലും ഓരോ പാരന്റ് എന്ന നിലയിലും നമുക്ക് ഏവർക്കും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരെ നേരാനും കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പാരന്റ്സിന്റെ കയ്യിലും ഇനി വരുന്ന പാരന്റ്സിന്റെ കയ്യിലാണ് കുട്ടികളുടെ ഭാവി എന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്.
ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിരുന്നു ശ്രമം. അത് നടന്നു ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു ഓൾ. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കണം. എനിക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം മാമിനോട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു മാം. താങ്ക് യു ഓൾ.